ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് മാഗി ചെയ്യാനറിയാം. അപ്പോൾ ആ സിമ്പിളായിട്ട് തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ട് മാഗി തയ്യാറാക്കാം. അപ്പോൾ വെജിറ്റബിൾസ് പിള്ളേർക്ക് കഴിക്കാൻ കുറച്ച് മടി കാണിക്കും. അപ്പോൾ നമ്മൾ മാഗിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മടിയില്ലാതെ വെജിറ്റബിൾസ് പിള്ളേർ കഴിക്കും. അപ്പോൾ മാഗി ആകുമ്പോൾ നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഞാനിവിടെ 3 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 3 സവോള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചൂട് എണ്ണ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്ന് വാടുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉടഞ്ഞു ചേരുമൊന്നും വേണ്ട. അതിലേക്ക് ഞാനിവിടെ 3 ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ചേർത്തിരിക്കുന്നത്. ഗ്രീൻ പീസൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ വെജീസൊന്നും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട, ഹാഫ് കുക്ക്ഡ് മതി. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണ് സോയാ സോസും 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാഗി മസാല അതിലേക്ക് ചേർക്കാം. അപ്പോൾ 2 വലിയ പാക്കറ്റാണ് മാഗി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ മാഗി മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയൊരു കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മാഗി അതിലേക്ക് ഇടാം. ചെറുതാക്കി പൊടിച്ചിട്ടില്ല. ഇതാവുമ്പോൾ ആ ത്രെഡ് പോലെ നന്നായിട്ട് കിട്ടുമല്ലോ. മറ്റേത് നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ കിട്ടുള്ളൂ. ഇത് നീളത്തിൽ കഴിക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ വെള്ളം അധികമൊന്നുമല്ല, ഇത് വെന്ത് വരുമ്പോഴേക്കും കറക്റ്റ് പാകമാണ് ഈ വെള്ളം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 7 കോഴിമുട്ട കുറച്ച് കുരുമുളക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവസാനം കോഴിമുട്ട ചേർത്താലാണ് നമുക്ക് നന്നായിട്ട് കോഴിമുട്ട എന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ വെജീസിൻ്റെ കൂടെ തന്നെ നമുക്ക് കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷെ അത് ഇങ്ങനെ ചെറുതായി പൊടിഞ്ഞു പോകും. അത് ഇതാവുമ്പോൾ കോഴിമുട്ട നന്നായി കഴിക്കാനും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ട് വെജീസും കോഴിമുട്ടയൊക്കെ ചേർത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾ ഒരു മടിയില്ലാതെ വെജിറ്റബിൾസൊക്കെ കഴിക്കും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.